നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നവംബർ മാസം 16-ാം തീയതി ഞായറാഴ്ച മുതൽക്ക് 22-ാം തീയതി വരെ ഉള്ള 7 ദിവസത്തെ, അതായത് ഒരാഴ്ചത്തെ ഫലങ്ങൾ സമഗ്രമായിട്ട് എല്ലാ രാശിക്കാർക്കും ഉള്ള ഫലങ്ങളെ ചിന്തിച്ച് സാമാന്യ ഫല നിരൂപണം നടത്താൻ ആണ് നമ്മൾ തയ്യാറായിട്ടുള്ളത്. അടുത്തത് തുലാം രാശിയാണ്, ലിബ്ര. ചിത്തിര അര, ചിത്തിരയുടെ അവസാനത്തെ 2 പാദം, ചോതി, വിശാഖത്തിൽ മുക്കാൽ, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നുള്ള നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്നത്. ഗ്രഹസ്ഥി ലഗ്നത്തിൽ ശുക്രനും, 2-ൽ സൂര്യനും ചൊവ്വയും ബുധനും ആണ്, 5-ൽ രാഹു, 6-ൽ ശനിയും, 10-ൽ വ്യാഴവും, 11-ൽ കേതുവുമാണ് ഇവരുടെ ഗ്രഹസ്ഥിതി വരുന്നത്. ജോലി അഥവാ കരിയർ സംബന്ധിച്ച് കർമ്മഭാവത്തിൽ പുഷ്ടി ഉണ്ടാകുന്ന കാലമാണ്. ജോലിയാണെങ്കിലും അത് മറ്റ് കരിയറോ ബിസിനസ്സോ ഒക്കെ ആണെങ്കിലും ആ രംഗത്ത് ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് കാണാം. തുലാം ലഗ്നത്തിൽ ശുക്രൻ്റെ, അതായത് സ്വക്ഷേത്ര സ്ഥിതനായിട്ടുള്ള ശുക്രനാണ് ലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആയതുകൊണ്ട് അത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയും ബിസിനസ് സംബന്ധമായിട്ടും ഒക്കെ ഉള്ള ഉയർച്ച നമുക്ക് ഇവർക്ക് പ്രകടമായിട്ട് കാണാവുന്നതാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ബ്യൂട്ടീഷ്യൻ അങ്ങനെയുള്ള ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില ഔന്നത്യം, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കപ്പെടുക, ഇങ്ങനെയുള്ളതൊക്കെ കാണാവുന്നതാണ്. അവരവരുടെ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിന് വർധനവുണ്ടാകും. അത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ബിസിനസ്സുകളും മറ്റുമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനത്തിന് വലിയ വർധനവുണ്ടാകുന്നതായിട്ട് കാണാം. എന്നാൽ അതുപോലെ തന്നെ ചിലവുകൾക്കും ഒട്ടും തന്നെ കുറവില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അത് വരുമാനവും ചിലവും തമ്മിലുള്ള അനുപാതം വേണ്ട വിധത്തിൽ നിശ്ചയിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് അനുകൂലമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയാണ് ഇവർക്കുള്ളത്. ശരീരഭാരം കൂടുതലുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാം. അത് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ, അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അത് കുറയ്ക്കാനുള്ള എക്സസൈസോ മറ്റ് കാര്യങ്ങളൊക്കെ മരുന്നോ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് ചെയ്യേണ്ടതാണ്. കാല് മുട്ടിന് വേദന ഉണ്ടാവുക, ജോയിൻറ്റ് പെയിൻ ഉണ്ടാവുക, കാലിന് തളർച്ച ഉണ്ടാവുക, ഇങ്ങനെയുള്ള അത് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. കുടുംബത്തിലെ ചില ഭിന്ന അഭിപ്രായങ്ങളുണ്ടാവുക, അതുകൊണ്ട് ഉണ്ടാവുന്ന അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുക, വാക്കുതർക്കമുണ്ടാവുക, ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഭാര്യയുമായിട്ടും ഒക്കെ ചില സംഘർഷങ്ങളും വാക്കുകൾ കൊണ്ട് ഉള്ള സംഘർഷങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്നത് വളരെ സൂക്ഷിക്കേണ്ടതാണ്.